ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു തുടക്കം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നമ്മുടെ പുലിക്കളിക്ക് പോയ എൻ്റെ അന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനത് അങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഷോർട്സിന് എടുത്തതായിരുന്നു. പക്ഷെ അതിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതും കൂടെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടോണർ അടിച്ചു. അത് കഴിഞ്ഞതാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതാ ഞാൻ എൻ്റെ ഐലൈനർ എഴുതാനായിട്ട് ഫേസിലെ മേക്കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഫസ്റ്റ് തന്നെ എന്താണ് പൊട്ടും കുറയൊക്കെ എനിക്ക് മസ്റ്റായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ വയ്ക്കുകയാണ്. പൊട്ട് വെച്ച് ഇനി കണ്ണെഴുതുകയാണ് കേട്ടോ. കണ്ണ് ഇതിൽ നോക്കി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പകുതി എത്തിയപ്പം ഓഫ് ചെയ്തിട്ട് കണ്ണെഴുതിയിട്ട് വന്നു കേട്ടോ. ജസ്റ്റ് ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കണ്ണെഴുതിയിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇയറിങ്സ് പെയർ ചെയ്തു. ഇതിന് ഈ ബ്ലാക്ക് ചേരുന്നുണ്ട്, അപ്പോൾ ഞാനതങ്ങ് ഇട്ടു. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ട് കുറേ നാളായി. ഞാൻ ഏതിടും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സ്റ്റഡ് ഇട്ടപ്പം അത്ര വൃത്തിയില്ല മീൻസ് എനിക്കത്ര ചേരുന്നില്ല സ്റ്റഡ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഞാൻ കിടക്കണത് ഇട്ടിട്ട് ഇത് തന്നെ ശീലമായിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഒരു ലെയർ ചെയിൻ ഇട്ടു. 3 ലെയറാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുടി, എൻ്റെ പൊന്നു ഇത് കെട്ട എളുപ്പമല്ല. അപ്പോൾ ചെട നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പം ഈ സെറ്റാക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. തുമ്പത്ത് നല്ലോണം എൻ്റെ മുടി പെട്ടെന്ന് ചെട പിടിക്കും കേട്ടോ. ആ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ മുടി ഒന്ന് ഈരി സെറ്റാക്കുകയാണ്. അപ്പോൾ ഞാനെന്താ ക്ലിപ്പിടാനാണ് പോണത്. വലിയ സെറ്റിംഗ് ഒന്നും ഇല്ല. ആദ്യം ഫ്രണ്ടിൽ നിന്ന് 2 പാർട്ടീഷൻ എടുത്തിട്ട് സ്ലൈഡ് പിരിച്ചിട്ട് സ്ലൈഡ് കുത്തും. അതിന് ശേഷം ഒരു അഴിച്ചിട്ട് പോകാനാണ് ഇഷ്ടമെങ്കിലും, പക്ഷെ അഴിച്ചിടാനായിട്ട് ജീൻസിൻ്റെ കൂടെ അത്ര രസമൊക്കെ ഉണ്ടാവും. എന്നാലും അയച്ചിടുന്നില്ല. ഞാൻ ക്രാബ് ഇടുകയാണ് ചെയ്യുന്നത്. ആദ്യം അയച്ചിടാന്ന് വെച്ചിട്ട് പിന്നെ ക്രാബ് ഇടാന്ന് വെച്ചു. എന്നിട്ട് വേണ്ട സ്ക്രഞ്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ക്രഞ്ച് തന്നെ ആക്കി. ഇത് ഞാൻ കുറേ നേരം കൈമിട്ട് നടക്കട്ടെ എന്നാണ് ഞാൻ കൈമിട്ട് നടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വേണ്ട, തലയിൽ തന്നെ ഇടാമെന്ന് വെച്ചു. അതിന് ശേഷം പിന്നെ ഒരു വാച്ച് കെട്ടുകയാണ്. വാച്ച് കെട്ടുക. അത് കഴിഞ്ഞ് പിന്നെ ഈ ഷൂ ഇടാണ്. എന്താ ഒരു പിങ്ക് ഒരു ലാവൻഡർ കളർ ഒരു ഷൂ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറിയും പൊട്ടൊക്കെ മസ്റ്റാണ്. കുറി തൊട്ടു. ചന്ദനം തൊട്ടതിന് ശേഷം വേറെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ലിപ് ബാം. എൻ്റെ ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ലാക്മിയുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ടിൻ്റുള്ള ലിപ് ബാമാണ്. അപ്പോൾ അതിട്ടു. അങ്ങനെ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഔട്ട്ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വാച്ച് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫുൾ ലുക്ക് കാണിച്ചെന്നാണ് ഞാൻ. അപ്പം ഇങ്ങനെയാണ് എന്നെ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വാച്ച് വേറെയാണ്. വാച്ച് ഞാൻ മാറ്റി. ആ ഒരു പിങ്കാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഡാൻസിൻ്റെ ഷോർട്സൊക്കെ. അപ്പോൾ അതാണിത്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.